നമ്മൾ എത്ര രൂപയുടെയോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ടൈപ്പ് ഹിയറിംഗ് എയ്ഡോ മേടിച്ചെന്ന് നോക്കിയട്ടെ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്താലേ പറ്റുള്ളൂ. അതിന് വേറൊരു പോംവഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥ മഴക്കാലമാണെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി ചൂടാണെന്നിരിക്കട്ടെ, നമ്മൾ നല്ലോണം വിയർക്കും, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മോയ്സ്ചർ കണ്ടന്റ് ഹിയറിംഗിൻ്റെ അകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും ഈ പറയുന്ന PWD വർക്ക്സും പൊടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട്. അപ്പൊ ഈ പൊടികളെല്ലാം ഈ ഒരു കുഞ്ഞു സാധനത്തിൻ്റെ അകത്തോട്ട് കയറും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്ത് പോയാലേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്നാലേ അതിനൊരു ലൈഫ് കിട്ടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഈ ഹിയറിംഗിന്റെ റിപ്പയർ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ടിപ്സ്, മെയിൻ്റെനൻസ് ടിപ്സ് എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ തിരിച്ചു പറയുന്നു, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ക്ലീൻ ചെയ്ത് പോവാം. കുഞ്ഞു കാര്യമാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും.